കണ്ണപുരം സ്ഫോടന കേസിലെ പ്രതി അനൂപ് മാലിക്കിനെ ആദരിക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപുള്ളതാണ്. അതായത് ഈ സ്ഫോടനം നടക്കുന്ന സമയത്തല്ല. ഈ രാഷ്ട്രീയ നേതാക്കൾ പി കെ ശ്രീമതി, കണ്ണൂർ മുൻ മേയറായിരുന്ന ടി ഒ മോഹനൻ തുടങ്ങിയവരൊക്കെയാണ് ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നത്. ഇപ്പോൾ അവർ തന്നെ വ്യക്തമാക്കുന്നത് ഇത് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ, പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ അവരൊക്കെ സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ഈ രാഷ്ട്രീയ നേതാക്കൾ എത്തുന്നതാണ്. അങ്ങനെ അതിഥികളായി എത്തിയ സമയത്താണ് ഇദ്ദേഹത്തിന് ഈ പവർ ലിഫ്റ്റിംഗുമായി ബന്ധപ്പെട്ട ചില മെഡലുകൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ആദരം നൽകണമെന്ന് ആവശ്യപ്പെടുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ ആദരം നൽകി എന്നതാണ് രാഷ്ട്രീയ നേതാക്കൾ വ്യക്തമാക്കുന്നത്. പോലീസ് അടക്കം ഇപ്പോൾ പോലീസുമായി സംസാരിക്കുമ്പോൾ വ്യക്തമാക്കുന്നത് ഇയാൾക്ക് അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള ആളല്ല എന്നതാണ്. ഇയാൾ വിൽപ്പനയ്ക്കായാണ് അവിടെ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത്, വലിയ രീതിയിൽ സൂക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിൽ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നതാണ് പോലീസിന്റെ വാദം. കണ്ണപുരം സ്ഫോടന കേസിലെ പ്രതി അനൂപ് മാലിക്കിനെ ആദരിക്കുന്ന ചിത്രങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് ബോഡി ബിൽഡിംഗും പവർ ലിഫ്റ്റുമായി ബന്ധപ്പെട്ടായിരുന്നു ആദരം. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അവരുടെ നേതൃത്വത്തിലായിരുന്നു ആദരവ് നടത്തിയത്. അതിനിടെ സ്ഫോടനത്തിൽ രാഷ്ട്രീയ ബന്ധമെന്ന ആരോപണം തള്ളി പോലീസ് രംഗത്ത്. സ്ഫോടക വസ്തുക്കൾ വീട്ടിൽ സൂക്ഷിച്ചത് വിൽപ്പനയ്ക്ക് എന്നാണ് കണ്ടെത്തൽ. സ്ഫോടക വസ്തുക്കൾ വാങ്ങാൻ ഉദ്ദേശിച്ചവരെ ലക്ഷ്യമിട്ട് അന്വേഷണം ആരംഭിച്ചു. അതേസമയം സ്ഫോടനം ഉണ്ടായത് എങ്ങനെയെന്നതിൽ വ്യക്തതയില്ല. ഇടുങ്ങിയ മുറിയിൽ സ്ഫോടക വസ്തുക്കൾ സൂക്ഷിച്ചതാകാം കാരണമെന്നാണ് സംശയിക്കപ്പെടുന്നത്. സ്ഫോടനം നടന്ന സമയത്ത് കൊല്ലപ്പെട്ടയാൾക്ക് പുറമെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ലെന്നും പോലീസ് വ്യക്തമാക്കി. അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിവിധ വകുപ്പുകളോട് പോലീസ് റിപ്പോർട്ടും തേടിയിട്ടുണ്ട്.